കൂട്ടിട്ടാ முடிஞ்சிருச்சுடா. അവർ വിചാരിച്ചിട്ടുണ്ടാകും 7 മടങ്ങ് വർദ്ധിപ്പിച്ചാൽ തീർന്നേക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടാകും. ആളുകളെല്ലാം பார்த்துக்கிட்டே இருக்காங்க. അവരുടെ രാജാവ് ഉൾപ്പെടെ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. என்னடா அவனுங்களை கட்டி போட்டா இப்ப நடந்துட்டு இருக்கானுங்க ബീച്ചിൽ നടക്കற மாதிரி. എന്താണ് ഇവരെ ബന്ധിച്ചിട്ടിട്ടും ബീച്ചിൽ കൂടെ നടക്കുന്നത് പോലെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? തൂക്കി പോണവനുങ്ങളെ കാണുമേ, ഇടാൻ പോയവരെ കാണാനില്ലല്ലോ കാണുന്നത്. நம்ம 3 பேரை தானே போட்டோம். 3 പേരല്ലേ ഞങ്ങൾ ഇട്ടത്? ഇപ്പൊ എങ്ങടാ നാലാമത് ഒരുത്തൻ വന്ന് നിൽക്கிறான்? എങ്ങനെയാണ് അവിടെ 4 പേരുള്ളത്? நல்லா பாரு, നല്ലവണ്ണം നോക്ക്. அந்த 3 வேற மாதிரி இருக்கான், அந்த 4வது வேற மாதிரி இருக்குது. ആ 3 പേർ ഒരു തരത്തിലിരിക്കുന്നു, ആ 4ാമത്തവൻ മറ്റൊരു തരത്തിലിരിക്കുന്നു. அந்த 4வது பார்த்தா அவருடைய குமாரன் சன் ஆஃப் காட் மாதிரி இருக்குது. ആ 4ാമത്തവനെ നോക്കിയാൽ ദൈവപുത്രനെ പോലിരിക്കുന്നു. இன்னைக்கு நீ நினைக்கிற, ഇന്ന് നീ വിചാരിക്കുന്നു നീ തനിയാ പോയിട്ട് ഇരിക്കറേന്ന്, നീ ഒറ്റയ്ക്ക് പോകുന്നു. அதனாலதான் கொஞ்சம் பேர் உன் பின்னாடி பேசுறாங்க, சிரிக்கிறாங்க. അതുകൊണ്ടാണ് ചിലർ നിനക്ക് പിന്നിൽ നിന്ന് സംസാരിക്കുന്നത്. ஊழியங்களை செய்றீங்கன்னு கொஞ்சம் பேர் சிரிக்கிறாங்க. നീ ഒറ്റയ്ക്ക് നിന്ന് ശുശ്രൂഷിക്കുന്നത് ചിലർ ചിരിക്കുന്നു. இன்னுം கொஞ்ச நாள்ல பார்க்க போறாங்க. ഇനിയും ചില ദിവസത്തിനുള്ളിൽ നീ കാണുവാൻ പോകുന്നു. அந்த 4வது ஆள் உங்களோடு வர்றது, ആ 4ാമത്തവൻ നിങ്ങളോടൊപ്പം വരുന്നു. அந்த 4வது நபர் உங்களோடு வர்றது, ആ 4ാമത്തവൻ നിന്നോടൊപ്പം വരുന്നു. நீ எப்படி அந்த கோர்ஸ் முடிக்க போகிற? നീ എങ്ങനെ ഈ കോഴ്സ് പൂർത്തീകരിക്കാൻ പോകുന്നു? எப்படி அந்த ஊழியத்தை செஞ்சு முடிக்க போகிற? എങ്ങനെ ഈ ശുശ്രൂഷ ചെയ്ത് പൂർത്തീകരിക്കാൻ எப்படி പോകുന്നു? அந்த பில்டிங்கை கட்டி முடிக்க போகிற? എങ്ങനെ നിങ്ങളുടെ ഈ കുട്ടികൾ எப்படி அந்த கடன் அடைக்க போகிற? എങ്ങനെ ഈ കടഭാരം പൂർത്തീകരിക്കാൻ எப்படி அந்த പോകുന്നു? திருமணத்தை செஞ்சு பார்க்க போகிற? എങ്ങനെ ഈ കല്യാണം നടക്കും? எப்படி இந்த நோயில இருந்து வெளியில வர போகிற? എങ്ങനെ ഈ രോഗത്തിൽ നിന്ന് സൗഖ്യം ഉണ്ടാകും? நம்மளுடைய தாழ்மையான ஒரே பதில், നിന്റെ താഴ്മയുള്ള ഒരേ ഒരു ഉത്തരം, என்னுடைய தாழ்மையான ஒரே பதில், എന്റെ താഴ്മയുള്ള ഒരേ ഒരു മറുപടി, என்னுடைய தாழ்மையான ஒரே பதில், നിന്റെ താഴ്മയുള്ള ഒരേ ഒരു മറുപടി, எனக்கு வழி தெரியலப்பா, എനിക്ക് വഴി അറിയില്ല. 7 மடங்கு கூடிடுச்சு, உண்மைதான். 7 മടങ്ങ് വർദ്ധിച്ചു, സത്യമാണ്. ஆனா 4வது நபர் வர போகிறார். എന്നാൽ 4ാമത്തൊരു എണ്ണം വരുവാൻ പോകുന്നു. இன்னும் கொஞ்ச நேரத்துல, ഇനിയും ചില ദിവസത്തിനുള്ളിൽ இறங்க வேண்டியவர் இறங்க போகிறார். ഇറങ്ങേണ്ടുന്നവൻ ഇറങ്ങുവാൻ പോകുന്നു. இன்னும் கொஞ்ச நேரத்துல, ഇനിയും ചില സമയത്തിനുള്ളിൽ இறங்க வேண்டியவர் இறங்க போகிறார். ഇറങ്ങേണ്ടുന്നവൻ ഇറങ്ങുവാൻ പോകുന്നു. ലേറ്റാ വന്നാലും, അവൻ വൈകി വന്നാലും കറക്റ്റാ വരുവാൻ, കൃത്യമായി വരും, വരേണ്ടുന്ന വണ്ണം വരും. അവർ ലേറ്റാ വന്നാലും, അവൻ വൈകി വന്നാലും കറക്റ്റാ വരുവാൻ, വരേണ്ടുന്ന രീതിയിൽ വരും, കറക്റ്റാ വരുവാൻ, വരേണ്ടുന്ന രീതിയിൽ വരും, വരേണ്ടുന്ന രീതിയിൽ വരും, കറക്റ്റാ വരുവാൻ, വരേണ്ടുന്ന രീതിയിൽ വരും, കറക്റ്റാ വരുവാൻ, വരേണ്ടുന്ന രീതിയിൽ വരും. இவங்க 3 பேர் இப்படி நிக்கும் பொழுது, അവർ 3 പേർ ഇങ്ങനെ നിൽക്കുമ്പോൾ, நாங்க பணிய மாட்டோம், ഞങ്ങൾ വണങ്ങുകയില്ല. அப்ப கூட ஆண்டவர் அவர் என்ன வேணாலும் செய்யலாமே. അപ്പോൾ തന്നെ കർത്താവിന് എന്തെങ്കിലും ചെയ്യാമായിരുന്നല്ലോ. എലിയാവെ எப்படி வானத்துக்கு அப்படியே தூக்கிட்டாரோ அப்படியே தூக்கிirக்கலாமா 3 பேரை? ഏലിയാവിനെ എങ്ങനെ സ്വർഗ്ഗത്തിലേക്ക് എടുത്തോ അതുപോലെ ഈ 3 പേരെയും സ്വർഗ്ഗത്തിലേക്ക് എടുക്കാമായിരുന്നല്ലോ. சொல்லுங்க, ஆமாவா இல்லையா? അല്ലേ? சொல்லுங்க ஐயா. ஏனோக்க தூக்குன மாதிரி தூக்கிirக்கலாமே. ഹാനോക്കിനെ എടുത്തതുപോലെ എടുക്കാമായിരുന്നല്ലോ. ஆனா இவனுங்க வைராக்கியமா நிக்கதாங்க തീ കൂടിക്കിട്ട് നിக்குது. എന്നാൽ ഇവർ തീക്ഷ്ണതയോടെ നിൽക്കുന്തോറുമാണ് തീയുടെ മടങ്ങ് തീവ്രത കൂടിക്കൊണ്ടിരിക്കുന്നത്. சும்மா இருக்கிறவங்கள புடிச்சு கட்டி விட்டானே, വെറുതെ നിൽക്കുന്നവരെ പിടിച്ച് ബന്ധിച്ചു വെച്ചു. போங்க முன்னாடி போங்க பாபு, முன்னாடி போங்க. அவ்வளவுதான், வைராக்கியமா நிக்க கட்டிட்டானு. തീക്ഷ്ണതയോടെ നിൽക്കുന്തോറും ബന്ധിച്ചു കളഞ്ഞു, அப்படியே புடிச்சானு, അങ്ങനെ പിടിച്ചു. ஏன்னா உள்ள தூக்கி போட்டா இவனுங்க அவுத்துட்டு ஓடியாண்டானுங்கனா, അകത്ത് തൂക്കി എറിഞ്ഞാൽ ചിലപ്പോൾ ഓടി രക്ഷപ്പെട്ട് കളഞ്ഞാലോ. ஐயா அந்த தீ, ആ തീ உன்னை கட்டில இருந்து வெளியில கொண்டு வரதுக்கு தான் அந்த தீ. നിന്നെ ബന്ധനത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ്. புரியலையா? മനസ്സിലായില്ലേ? 2019 വரைக்கும் உன்னை கட்டி இருந்துச்சு பார், அதை விடுதலையாக்குதா இந்த 1ஆம் தேதி மீட்டிங் தேவ மனுஷன் வச்சு எக்ஸ்டெண்ட் பண்ணி இருக்கிறார் ஆண்டவர். 2019 വരെ നീ ബന്ധനത്തിലായിരുന്നു, അതിനുവേണ്ടി അതിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാൻ വിടുവിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ 1ആം തീയതി ദൈവ മനുഷ്യനെ നിന്റെ അടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. നേരത്തെ മീറ്റിംഗ് முடிஞ்சிருக்கும், இன்னைக்கு எக்ஸ்டெண்ட் பண்ணி இருக்கிறார்னா இத அவுத்து விடுறதுக்காக தான் நம்பர் 1. ഇന്നലെ തന്നെ കൂട്ടായ്മ തീർന്നിരിക്കുമായിരുന്നു, എന്നാൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് എന്തിനെന്നറിയാമോ? നിന്നെ ഒന്ന് അഴിച്ചു വിടുവാൻ വേണ്ടിയിട്ടാണ്. എക്സ്റ്റൻഷനുക്ക് மட்டுമല്ല,
എക്സ്റ്റൻഷൻ ഇതിനു വേണ്ടി മാത്രമല്ല, നീ இந்த வருஷத்துல നീ ഈ വർഷത്തിൽ எவன் பார்த்துட்டு இருக்கிறானோ ആരെല്ലാം നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുവോ அவன் கண்ணுக்கு முன்னாடியே ஒருத்தர் குதிக்க போகிறான். അവരുടെ കണ്ണിന് മുന്നാലെ നീ ഒരുവൻ നിനക്ക് വേണ്ടി നടക്കാൻ அவர் പോകുന്നു. கண்ணுக்கு முன்னாடியே, അവരുടെ കണ്ണിന് മുന്നിൽ തന്നെ, அவர் கண்ணுக்கு முன்னாடியே இவங்களை தூக்கி இருக்கலாம். അവരുടെ കണ്ണിന് മുന്നിൽ തന്നെ നിന്നെ എടുക്കാമായിരുന്നു. அப்ப கை தட்டி இருப்பாங்க எல்லாரும். അപ്പോൾ എല്ലാവരും കൈയടിക്കുമായിരുന്നു. ஆனா ஆண்டவர் ஒன்ன செஞ்சாருன்னா, എന്നാൽ കർത്താവ് ഒരു കാര്യം ചെയ്താൽ, மனுஷன் ஒரு கல்லுல 2 மாங்காய் அடிப்பான். മനുഷ്യൻ ഒരു കല്ലിൽ 2 മാങ്ങ വീഴ്ചേക്കാം. ஆனா என் அப்பா ஒரே கல்லுல மொத்த மரத்தையே தூக்குவாரு ஆண்டவர். എന്നാൽ എന്റെ പിതാവ് ഒരൊറ്റ കല്ലേറിൽ മുഴുവൻ മാങ്ങയും വീഴുന്ന രീതിയിൽ എറിയും. அவர் பார்த்தாரு, അവൻ നോക്കി, இப்ப போய் நான் காப்பாத்தனா ഇപ്പൊ പോയി ഞാൻ രക്ഷിച്ചാൽ அத சாதாரணமா விட்டுருவானுங்க. അതവർ സാധാരണമായി കാണും. 7 மடங்கு தீய கூட்டி தூக்கி போட்டா 7 മടങ്ങ് തീ വർദ്ധിച്ചിട്ട് കൊണ്ടുവന്നാൽ, நல்லா கவனிங்க, നല്ലവണ്ണം ശ്രദ്ധിക്കുക, 1 மடங்கு தீயே பார்க்க முடியாது, கண்ணு கூசும். 1 മടങ്ങ് തീയെ പോലും നോക്കുവാൻ കഴിയില്ല, കണ്ണഞ്ചി அப்ப പോകും. 7 மடங்கு அத கூட்டினா எப்படி இருக்கும் யோசிச்சு பாருங்க. ചിന്തിച്ചു നോക്കുക, 7 മടങ്ങ് കൂട്ടിയാൽ എന്തായിരിക്കും സ്ഥിതി? அது எவ்வளவு பிரகாசமா இருந்திருக்கும். അത് എത്ര പ്രകാശമായിരുന്നിരിക്കും. ஆனா அதையும் தாண்டி ஆண்டவர் பிரகாசம். ஐயோ, എന്നാൽ അതിനെയും കടന്ന് കർത്താവ് പ്രവർത്തിക്കുന്നു. அதையும் தாண்டி, അതും കടന്ന്, ஐயா, எந்த தீல உன்னை நசுக்கி பொசுக்க பார்த்தானோ அங்கத்தான் வேற லெவல்ல நீ பிரகாசிக்கணும். ഏതു തീയിൽ നിന്ന് ഞെരുക്കി കൊല്ലുവാൻ വിചാരിച്ചുവോ അവിടെ തന്നെ വേറെ രീതിയിൽ കർത്താവ് அதே നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ஸ்கூல்ல, அதே காலேஜ்ல, அதே ஆபீஸ்ல, அதே சொந்த பந்தங்கள் மத்தியில, அதே குடும்பத்துல, അതേ ചൂടിൽ, അതേ ഓഫീസിൽ, അതേ വീട്ടിൽ, അതേ പ്രശ്നങ്ങളിൽ, எந்த சபையில உன்னை பொசுக்க பார்த்தாங்களோ அதுல தான் கர்த்தர் உன்னை வேற மாதிரி வைக்கணும். ഏത് സഭയിൽ നിന്നെ അടക്കുവാൻ നോക്കിയോ, ഞെരുക്കുവാൻ നോക്കിയോ, അമർത്തുവാൻ നോക്കിയോ അവിടെ തന്നെ കർത്താവ് വേറെ തലത്തിൽ നിന്നെ ഉയർത്തുവാൻ പോകുന്നു. நம்புறவங்க மட்டும் சத்தமா ஒரு அல்லேலூயா சொல்லுங்க. വിശ്വസിക്കുന്നവർ മാത്രം ശബ്ദം ഉയർത്തി ഒരു ഹല്ലേലൂയ പറയുവേ. விசுவாசிக்கிறீங்களா? വിശ്വസിക്കുന്നുവോ? விசுவாசிக்கிறீங்களா? വിശ്വസിക്കുന്നുവോ? இது உங்களை உசுப்பேத்துறதுக்கான வசனம் அல்ல. ഇത് നിങ്ങളെ ഉണർത്തി വിടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വചനമല്ല. அந்த அளவுக்குலாம் எனக்கு அறிவும் கிடையாது, பலனும் கிடையாது. ആ തരത്തിൽ എനിക്ക് അറിവുമില്ല, ശക്തിയുമില്ല. அங்கிருந்து டவுன்லோட் ஆனாதான் இங்க டவுன்லோட் ஆகும். അവിടെ നിന്ന് ഇറങ്ങി വന്നാൽ മാത്രമേ ഇവിടെ നിന്ന് ഇറങ്ങി വരികയുള്ളൂ. இது எனக்காக வரல, உனக்காக அனுப்பிக்கிட்டு இருக்கிறார் ஆண்டவர். ഇത് എനിക്ക് വേണ്ടി വന്നതല്ല, നിനക്ക് വേണ്ടി കർത്താവ് തന്നുകൊണ്ടിരിക്കുന്ന ഒരു വചനം. நான் நல்லா பேசணும், நான் நல்லா பிரசங்கம் பண்ணணும்லாம் நினைச்சிட்டே வரமாட்டேன். அப்படிலாம் பண்ணவே முடியாது. ഞാൻ നല്ലവണ്ണം സംസാരിക്കണം, നല്ലവണ്ണം പ്രസംഗിക്കണമെന്ന് വിചാരിച്ചിട്ടൊന്നും വരാറില്ല. അങ്ങനെ ചെയ്യാൻ அப்படியே കഴിയില്ല. நான் ட்ரை பண்ணா கூட ஒருத்தர் கூட இதுல இருக்க மாட்டீங்க. அங்க உட்கார்ந்து